ഇപ്പോൾ ഷോൺ ജോർജ് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ ഷോൺ, കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം ഇപ്പോൾ മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി നൽകിയിരിക്കുന്നു. ഇതിൽ നേരത്തെ തന്നെ SFIയുടെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഇതിൽ ഈ ഇടപാടിൽ ദുരൂഹതയുണ്ടെന്ന് കണ്ടെത്തിയിരുന്നല്ലോ. താങ്കൾ ഈ വിഷയത്തിൽ തുടർച്ചയായി ഈ വിഷയത്തിന് പിന്നാലെ നിന്നയാളാണ്. എന്താണ് ആദ്യ പ്രതികരണം? ഇത് മുഖ്യമന്ത്രിയുടെ മകളല്ല, മുഖ്യമന്ത്രി തന്നെയാണ് പ്രതിയായിട്ടുള്ളത്. കാരണം ഇതിനു മുമ്പ് ഇതിന്റെ ഈ കേസിന് ആസ്പദമായ ഇന്റർവ്യൂ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ വളരെ കൃത്യമായി തന്നെ എ പ്രൊമിനന്റ് പേഴ്സൺ റിലേറ്റഡ് ടു ദ കമ്പനി, എ പ്രൊമിനന്റ് പൊളിറ്റിക്കൽ പേഴ്സൺ റിലേറ്റഡ് ടു ദ കമ്പനി എന്ന് കൃത്യമായ ആ റിപ്പോർട്ടിലുണ്ട്. അങ്ങനെ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിച്ചാൽ ഇത് മുഖ്യമന്ത്രി തന്നെയാണ്, മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ഈ കമ്പനി കാശ് വാങ്ങിച്ചിട്ടുള്ളത് നമുക്ക് ബോധ്യമാവും. കേരളത്തിന്റെ ഏറ്റവും വലിയ സമ്പത്തായ കരിമണലിനെ, ധാതുമണലിനെ വിറ്റ് ഈ നാട്ടിന് വരേണ്ടിയിരുന്ന കോടാനുകോടികളുടെ സമ്പത്ത്, ഞാൻ പറയട്ടെ, 1 ലക്ഷം കോടി രൂപയെങ്കിലും ഇതുവഴി മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ കൃത്യമായ വിഹിതം കഴിഞ്ഞ 9 വർഷമായി മുഖ്യമന്ത്രിയും മകളും കൈപ്പറ്റുകയാണ്. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ള ഈ തുക എന്ന് പറയുന്നത് അത് വളരെ നിസ്സാരമാണ്. അത് അക്കൗണ്ടിൽ വന്നുകൊണ്ടാണ് നമുക്ക് കിട്ടിയത്. അതല്ലാതെ കോടാനുകോടികൾ മുഖ്യമന്ത്രിയും മകളും വിദേശത്ത് ഉൾപ്പെടെയുള്ള കടത്തിയിട്ടുണ്ട് എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഞാനത് ആവർത്തിക്കുന്നു. കോടാനുകോടികളുടെ അഴിമതിയാണ് നടന്നിട്ടുള്ളത്. ഒരു നിമിഷം പോലും മുഖ്യമന്ത്രിക്ക് തൽസ്ഥാനത്ത് തുടരാൻ അവകാശമില്ല. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഷോൺ, ഇപ്പോൾ ഈ കേസുമായി മുന്നോട്ട് പോകാൻ കമ്പനികാര്യ മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ ഇനി ഈ കേസിൽ ഏത് ഏജൻസി ആയിരിക്കും അന്വേഷണം നടത്തുക? ഇപ്പോൾ SFIO നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് SFIOയുടെ പ്രാഥമിക അന്വേഷണത്തിന് ശേഷം പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കുക എന്നുള്ളതാണ്. ആ പ്രോസിക്യൂഷൻ അനുമതി ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞു. ആ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ SFIO നമ്മൾ സാധാരണ കോടതിയിൽ ഫയൽ ചെയ്യുന്ന, സാധാരണ കേസുകളിൽ ഫയൽ ചെയ്യുന്ന FIR പോലെ സ്പെഷ്യൽ കോർട്ട്, SFIയുടെ സ്പെഷ്യൽ കോർട്ടിൽ ഇത് സംബന്ധിച്ച ഒരു ആ കംപ്ലൈന്റ് ഫയൽ ചെയ്യുന്നതായിട്ടുണ്ട്. ആ കംപ്ലൈന്റ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് SFIO കടക്കാം. അതായത് SFIO തന്നെയാണോ ഇനി ഈ കാര്യത്തിൽ തുടർ അന്വേഷണവും ബാക്കി തുടർ നടപടികളിലേക്കും പോകേണ്ട ഏജൻസി SFIO തന്നെയാണോ? തീർച്ചയായിട്ടും. ശരി, അപ്പോൾ ഈ കാര്യത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പോൾ SFIO ഇതിനകത്ത് ഏതൊക്കെ കാര്യങ്ങളിലാണ് SFIയുടെ അന്വേഷണം എത്തുക? ഈ എക്സാലോജിക്കും CMRലും തമ്മിലുള്ള ഇടപാടുകളിലെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ദുരൂഹതയുള്ളത്? എക്സാലോജിക്കും CMRലും തമ്മിൽ നടന്നിട്ടുള്ള ഇടപാടുകൾ മൊത്തത്തിൽ ദുരൂഹതയാണ്. അത് മൊത്തത്തിൽ ഫ്രോഡാണ്. അത് മുഖ്യമന്ത്രിക്ക് കൊടുക്കാനുള്ള കാശ് വാങ്ങി കൊടുത്തു അല്ലാതെ ആ SFIയും CMRലും തമ്മിൽ, CMRലും എക്സാലോജിക്കും തമ്മിൽ യാതൊരു തരത്തിലുള്ള കൊടുക്കൽ വാങ്ങൽ ഇടപാടില്ല. കൊടുക്കൽ വാങ്ങലല്ല, ഒരു ബിസിനസ്സും നടന്നിട്ടില്ല. അവർക്ക് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യോ ഏതെങ്കിലും തരത്തിലുള്ള അഡ്വൈസ് കൊടുക്കോ ഒന്നും വീണ വിജയന്റെ കമ്പനിയോ വീണയോ ചെയ്തിട്ടില്ല. ഇതെല്ലാം മുഖ്യമന്ത്രിക്ക് കാശ് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു തട്ടിപ്പ് പ്രസ്ഥാനമായിരുന്നു. അതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഒരു പ്രതിയാകാനുള്ള കാരണം. ഈ ഇടപാടിന് പിന്നിൽ അഴിമതിയുണ്ടോ? ഏത് തരത്തിലുള്ള അഴിമതി നടന്നിട്ടുണ്ട്? അതിന്റെ വ്യാപ്തി എത്രത്തോളമാണ്? ഈ കാര്യങ്ങളൊക്കെ കണ്ടെത്തപ്പെടേണ്ടതുണ്ട് എന്നതായിരുന്നല്ലോ താങ്കളുടെ വാദം. അതിലേക്ക് എത്തിയോ കാര്യങ്ങൾ? അതിലേക്ക് ഇനി ഈ വിഷയത്തിൽ ഇത് മുഖ്യമന്ത്രി മാത്രമല്ലല്ലോ, നിരവധി രാഷ്ട്രീയ നേതാക്കൾ ഇവരുടെ കയ്യിൽ പണം കൈപ്പറ്റിയിട്ടുണ്ട്. അതിലേക്കെല്ലാം അഴിമതി നിരോധന നിയമപ്രകാരം ഈ കേസിൽ CBI എൻട്രി ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കേസിൽ പണം ബ്ലാക്ക് മണി വെളുപ്പിക്കുന്ന കേസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെല്ലാം അടുത്ത ഘട്ടത്തിൽ അതിനെക്കുറിച്ച് പരാതി കൊടുക്കാനും അത് തുടർ നടപടി സ്വീകരിക്കുവാനുള്ള അനുമതി തന്നുകൊണ്ട് തന്നെയാണ് എന്റെ കേസ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അവസാനിപ്പിച്ചിട്ടുള്ളത്. ശ്രീ ഷോൺ ജോർജ്, ഇപ്പോൾ താങ്കൾ പറയുന്നത് ഇതിലെ പ്രതി മുഖ്യമന്ത്രിയുടെ മകളല്ല, മുഖ്യമന്ത്രി തന്നെയാണ് എന്നാണ്. അതായത് മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ വേണ്ടി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ സ്വാധീനിക്കാൻ വേണ്ടിയാണോ മകളായ വീണ വിജയൻ ഈ പണം നൽകിയത് എന്ന കാര്യം തെളിയിക്കപ്പെടേണ്ടതാണല്ലോ. അതുവരെ ഈ കാര്യങ്ങളിൽ ഇതിനൊക്കെ ഒരു ധാർമ്മികതയില്ലേ? എന്തിനു വേണ്ടി ഇവർ മുഖ്യമന്ത്രിയുടെ മകൾ ഒരു സേവനവും കൊടുക്കാതെ പണം കൈപ്പറ്റിയാൽ അത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് എന്ന്? അതിപ്പോ CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് 2 കമ്പനികൾ തമ്മിൽ കൊടുക്കൽ വാങ്ങൽ നടത്തിയ ഒരു കാര്യമല്ല ഇത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് CMR എന്ന് പറയുന്ന കമ്പനിയുടെ 13.4% ഷെയർ ഹോൾഡ് ചെയ്യുന്നത് KSIDC ആണ്. ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. കേരള സംസ്ഥാനത്തിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നും ഇത്ര വലിയൊരു തട്ടിപ്പ് നടത്തിയിട്ട് ആ സ്ഥാപനത്തിന് നഷ്ടം വന്നതിൽ കേസിൽ പ്രതിയായി നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകളാണ്. പിന്നെ ഒരു മിനിറ്റ് ആ തലസ്ഥാനം തുടരാൻ മുഖ്യമന്ത്രിക്ക് അർഹതയുണ്ടോ ധാർമ്മികമായി?
ശരി. ഷോൺ, ഇതിൽ ഈ SFIയുടെ അന്വേഷണവും പരിശോധനയും വന്നപ്പോഴും അതല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ എവിടെ നിന്ന് അന്വേഷണം വരുമ്പോഴും അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകാൻ പോകുന്ന ഒരു വാദം കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ പകപോക്കലാണെന്നുള്ളതാണ്. അത്തരമൊരു ആരോപണം ആക്ഷേപം നിലനിൽക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു കാര്യം കൂടി ഇതിന്റെ പശ്ചാത്തലത്തിൽ നിലനിൽക്കുന്നില്ലേ? ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്ന കേന്ദ്രവും CPM-ഉം തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ആണെന്നല്ലോ. അന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ ഇത് കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട്, മുഖ്യമന്ത്രിക്കെതിരെ നടപടി ഉണ്ടാവുന്നു. ഇപ്പൊ എന്താ പറയാനുള്ളത്? ബഹുമാനപ്പെട്ട CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാട് നിങ്ങൾക്ക് എന്താ കാര്യം? ഇപ്പൊ മനസ്സിലായോ സംസ്ഥാന സെക്രട്ടറിക്ക് എന്താ കാര്യം?